അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചപ്പാത്തി മാവ് എടുത്തിട്ടുണ്ട്. തലേ ദിവസം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ചപ്പാത്തി മാവ് നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ചപ്പാത്തി മാവ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാം. തീരെ അങ്ങ് സോഫ്റ്റ് ആവാൻ പാടില്ല, കട്ടിയായിരിക്കണം, എന്നാൽ സോഫ്റ്റും ആയിരിക്കണം. അപ്പം നമ്മൾ നേരിട്ട് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിമാവിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയുള്ള മാവ് ഇല്ലാന്നുണ്ടെങ്കിൽ 1.5 കപ്പ് മാവൊക്കെ എടുത്തിട്ട് സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. അപ്പം മാവ് നല്ല കട്ടിക്ക് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പം ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉരുട്ടിയെടുക്കില്ലേ, അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പം മാവെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സേവനാഴിയാണ്. സേവനാഴിയുടെ ഉള്ളിൽ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇടിയപ്പമൊക്കെ പിഴിഞ്ഞ് എടുക്കുന്ന ചെറിയ ചില്ലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിപ്പമുള്ള ഈ ചില്ല് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ എടുത്ത മാവ് സേവനാഴിക്കുള്ളിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ എണ്ണയൊന്നും ബ്രഷ് ചെയ്യുന്നില്ല, വെറുതെ മാവ് ഇട്ട് കൊടുത്ത് ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇപ്പോൾ കണ്ടില്ല, ഈസി ആയിട്ട് നമുക്ക് പിഴിഞ്ഞൊഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പിഴിഞ്ഞൊഴിക്കുന്നത് പോലെ ചെറിയ നൂല് പോലെയാണ് ഇതാ കിട്ടിയിട്ടുള്ളത്. കുറച്ചും കൂടെ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ കുറച്ചും കൂടെ വലിപ്പമുള്ള ഹോളുള്ള ചില്ലെടുക്കുക. ഇനി ഒരു കടായിലേക്ക് കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ അതാ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ താനെ തന്നെ മാവ് അങ്ങ് വന്നോളൂ. ഇതുപോലെ ചുറ്റിച്ച് പിഴിഞ്ഞൊഴിക്കാം. എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് പിഴിഞ്ഞൊഴിക്കുക. ഈ ഒരു നീളം ആവുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് പിഴിയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് പിഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ താനെ തന്നെ മാവ് അങ്ങ് വന്നോളും. കണ്ടില്ലേ? ചപ്പാത്തി മാവെല്ലാം പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക. അങ്ങ് ഇളക്കി മറിക്കരുത്, എന്നാൽ പിന്നെ പൊടിഞ്ഞു പോകും. ഇതുപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 6 മിനിറ്റെങ്കിലും ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. ഇപ്പം നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഒരു 6 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഈ തിളച്ച വെള്ളത്തിൽ നിന്നും കോരി മാറ്റി തണുത്ത വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ തണുത്ത വെള്ളത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ചൂടൊക്കെ മാറി നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇത് അരിപ്പയിലേക്ക് അങ്ങ് അരിച്ചു മാറ്റാം. ഇനി ഇതിൻ്റെ വെള്ളം മുഴുവൻ ഒന്ന് മാറട്ടെ. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 5-6 വെളുത്തുള്ളി അല്ലികൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ചേർക്കാം. നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കാം. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒരു പച്ചച്ചുവ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. 3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ
ഒരെണ്ണമൊക്കെ എടുത്താൽ മതിയാകും. ഞാൻ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. അവരവരുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കുക. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാതെയും ചെയ്യാവുന്നതാണ്. ഇത് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാടി വന്നാൽ മതി. ഒരുപാട് വാടി വരേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ക്യാരറ്റ് വാടി വന്നാൽ മതി, വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് ക്യാബേജ് നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാബേജ്, ക്യാരറ്റ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പച്ചപ്പട്ടാണി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചപ്പട്ടാണൊന്നും അധികം വേവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 2 കളറുള്ള ക്യാപ്സിക്കം പകുതി വീതമാണ് എടുത്തിട്ടുള്ളത്. പച്ച മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ 2 കളർ ഉള്ളത് കൊണ്ടാണ് ചുവപ്പും പച്ചയും എടുത്തിട്ടുള്ളത്. എല്ലാം നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത് ക്യാപ്സിക്കം ഒന്നും വെന്ത് പോകരുത്, എന്നാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. റെഡ് ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോയ സോസ് ചേർക്കാം. ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിതുവരെയ്ക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത സോസിലൊക്കെ ഉപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേവിച്ചെടുത്ത നൂഡിൽസിലും ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിടുന്ന സമയത്ത് കൂടി പോകരുത്, കുറച്ച് ഉപ്പ് വേണം ഇട്ട് കൊടുക്കാൻ. ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ തയ്യാറാക്കി വെച്ച നൂഡിൽസ് അങ്ങ് ഇട്ട് കൊടുക്കാം. മെല്ലെ ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ 2 സ്പൂൺ വെച്ചിട്ടോ 2 തടിത്തവി വെച്ചിട്ടോ മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ എല്ലാം ഒന്ന് യോജിപ്പിച്ച് ഇതായി എടുത്തിട്ടുണ്ട്. ഈ സമയം ഉപ്പൊക്കെ ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കടയിൽ പോയി കെമിക്കൽസ് അടങ്ങിയ നൂഡിൽസ് ഒന്നും വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാതെ ഇതുപോലെ വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് നൂഡിൽസ് തയ്യാറാക്കി നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്